ശ്രീ മൈൻ ഹാജി താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ശ്രീ മൈൻ ഹാജി, ഇവിടെ ഇന്ന് എന്തായാലും വിധി വന്നിരിക്കുന്നു. അതിൻ്റെ ഗ്രാവിറ്റിയൊക്കെ തന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്തായാലും അതിൻ്റെ വിശകലനങ്ങളിലേക്കും പോയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി, പ്രതിപക്ഷ കക്ഷികൾ എന്തായാലും ആവശ്യപ്പെടുന്നു കെ എം മാണി രാജിവെക്കണം, കാരണം ധാർമ്മികതയുടെ വശം ഉൾക്കൊണ്ടുകൊണ്ട്. താങ്കളുടെ മറുപടി, താങ്കളുടെ പാർട്ടിയുടെ മറുപടി? അല്ല, ഇന്നത്തെ കോടതി വിധി കെ എം മാണി സാറിൻ എന്തെങ്കിലും കുറ്റം ചെയ്തെന്നോ ചെയ്തില്ലെന്നോ എന്നല്ല ഇന്നത്തെ കോടതി വിധി. കോടതിയിൽ സമർപ്പിച്ച ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. അതിന്റെ മുകളിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു വിധിയാണ് കോടതി നടത്തിയത്. അതുകൊണ്ട് തന്നെ മാണി സാറിന്റെ രാജി ഇപ്പോൾ ഒരു ചർച്ച പോലും ആക്കേണ്ടതില്ല. അതായത് ഈ പറയുന്ന വിൻസെന്റ് പോൾ കാട്ടിയ ധാർമ്മികത എന്തായാലും കെ എം മാണി നടത്തേണ്ട സാഹചര്യമില്ല. ഇല്ല, വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് പോള് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് കോടതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ചതാ. ഇടപെടൽ മാണി ഒരു കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ളതിന്റെ മെറിറ്റിലേക്ക് കോടതി ഇന്ന് കടന്നിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. അതിൽ കുറെ ഘടകങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന വേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ ഇന്നത്തെ ഫൈൻഡിങ്. ശ്രീ മൈൻ ഹാജി, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ പലരും, പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, പല ആളുകളും ഈ ധാർമ്മികതയുടെ പകുതി വരമ്പിലേക്കെങ്കിലും എത്തിയപ്പോൾ ഇത്തരം സംഭവങ്ങളുടെ ഇത്രത്തോളം സംഭവങ്ങളായിരുന്നില്ല, അതിൻ്റെയൊക്കെ തന്നെ പകുതി വരമ്പിലേക്കെങ്കിലും എത്തിയപ്പോൾ ധാർമ്മികത പ്രകടിപ്പിച്ചിരുന്നു. അത് താങ്കൾക്ക് എന്തായാലും ബോധ്യമുള്ള വ്യക്തിയാണ്. താങ്കൾക്ക് എന്തായാലും പറയാനും പരിമിതി ഉണ്ടെങ്കിൽ കൂടിയും മനസ്സിൽ തൊട്ട് താങ്കൾ പറയുകയാണെങ്കിൽ. ഇല്ല, ഞങ്ങള് UDF കാര്യങ്ങൾ മനസ്സിൽ തൊട്ടാ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ പേരിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഇന്നുവരെ ഉയർന്നു വന്നിട്ടില്ല. അത്തരം ഉയരാത്ത ആക്ഷേപത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് ശ്രീ മൈൻ ഹാജി. ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ലീഗിന്റെ മന്ത്രിമാർ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിട്ടുമില്ല. ആ കാര്യത്തിൽ ഇതുപോലത്തെ ഒരു ആക്ഷേപം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോ അത് ഇവിടെ കീഴ്വഴക്കമാക്കേണ്ട കാര്യമില്ല. അങ്ങനെ കീഴ്വഴക്കം ഉണ്ടാക്കാൻ ഒരു കാരണം കിട്ടണ്ടേ. ഇപ്പോൾ ഇന്നത്തെ വിധിയിൽ പരാമർശം കോടതിയുടെ വിധി എന്ന് തന്നെ പറഞ്ഞാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കെ എം മാണി സാറിന്റെ പേര് പോലും ഇന്ന് ഉച്ചരിച്ചിട്ടില്ല. പിന്നെന്തിനു മാണി സാർ രാജിവെക്കണം? ഇന്നലത്തേതിലും ഇന്നും തമ്മിൽ കെ എം മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. യെസ്, അതെ, എന്തായാലും ഗ്രാവിറ്റി കൂടുകയാണ്. താങ്കളുടെ മറുപടി എന്തായാലും തുടർ ചോദ്യത്തിനുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ എന്തായാലും വ്യക്തമാക്കണം. ദയവായി താങ്കൾ ദയവായി തുടരണം. ശ്രീ മൈൻ ഹാജി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. ശ്രീ മൈൻ ഹാജി, സത്യത്തെ കൂടുതൽ നേരം മൂടി വയ്ക്കാൻ കഴിയില്ല എന്ന നമ്മുടെ പഴമൊഴി അതെന്തായാലും യാഥാർത്ഥ്യമാകുന്നു. താങ്കൾ എന്തായാലും നേരത്തെ ചോദിച്ചല്ലോ കെ എം മാണിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് എന്തായാലും ഉത്തരം ലഭിച്ചിരിക്കുന്നു. ആ വിധി പകർപ്പിൽ പറയുന്നു പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് മാണിക്കെതിരെ. വിശദാംശങ്ങൾ ഞാൻ താങ്കളിലേക്ക് വരാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയ ശേഷം സജീഷ് എന്താണ് അവിടെ പറയുന്നത്? രജീഷ്, മാണിക്കെതിരെ വ്യക്തമായ പരാമർശങ്ങളാണ് വിധിന്യായത്തിലുള്ളത്. മാണിക്കെതിരെ കെ എം മാണി കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഏപ്രിൽ 2, മാർച്ച് 22 എന്നീ തീയതികളിൽ 15 ലക്ഷവും 10 ലക്ഷവും വാങ്ങിയതിന് നേരിട്ടുള്ള തെളിവുകൾ SP R സുകേശൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന പരാമർശമാണ് കോടതിയുടെ വിധിന്യായത്തിലുള്ളത്. ഏറ്റവും നിർണായകമായ കാര്യങ്ങളിലേക്ക് മാറുന്നു. കെ എം മാണിക്കെതിരെ വളരെ വ്യക്തമായ തെളിവുകൾ തന്നെ വിധിന്യായത്തിൽ പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ കെ എം മാണി കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിധിന്യായത്തിൽ പറയുന്നു. ഏപ്രിൽ 2-നും മാർച്ച് 22-നും പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ ഉണ്ടെന്നാണ് കോടതി വിധിന്യായത്തിൽ പറയുന്നത്. ഏപ്രിൽ 2-ന് 15 ലക്ഷം രൂപയും മാർച്ച് 22-ന് 10 ലക്ഷം രൂപയും വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് ഈ വിധിന്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. വളരെ കൃത്യമായി തന്നെ SP R സുകേശന്റെ വസ്തുതാവിവര റിപ്പോർട്ടിൽ ഈ 2 ദിവസവും പണം വാങ്ങിയതിന് തെളിവുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് SP R സുകേശൻ അദ്ദേഹത്തിന്റെ വസ്തുതാവിവര റിപ്പോർട്ടിൽ കാണിച്ചിരുന്ന തെളിവുകൾ മൊബൈൽ ടവറുകളുടെ പരിശോധന, ബാർ ഉടമകൾ പറയുന്ന ദിവസവും കെ എം മാണി ഉള്ള ദിവസവും മൊബൈൽ ടവറുകളുടെ പരിശോധനയിൽ അതേ സ്ഥലത്ത് ഇവരുണ്ടെന്നത് വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ തങ്കച്ചൻ എന്ന ബാർ
ഉടമ പാലായിലെ വീട്ടിൽ വെച്ച് പണം കൊണ്ടുപോയി മറ്റൊരു ബാർ ഉടമയ്ക്ക് നൽകുന്നു. ഈ ബാർ ഉടമ ഉത്തരവിന്റെ പകർപ്പിന്റെ കോപ്പിയാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ വിശദാംശങ്ങളാണ് ശ്രീ മൈൻ ഹാജി. നഗ്ന സത്യം കൺമുന്നിലേക്ക് വരുന്നു. സത്യം നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ കേട്ടുകേഴ്വി ഒന്നുമല്ല, വിധിന്യായത്തിന്റെ പകർപ്പ് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ദയവായി താങ്കൾ കുറച്ച് സമയം കൂടി ക്ഷമിച്ച് നിൽക്കുക. ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, നമ്മുടെ കൺമുന്നിലുള്ള വിധിപ്പകർപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് താങ്കളിലേക്കും ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പേപ്പർ സഹിതം പകർപ്പ് സഹിതം എത്തുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് KM മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. ഇനിയും പറയാമോ? കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലാണ്, ലാഘവത്തോടുകൂടി വിധിയാണ് അല്ലെങ്കിൽ ഗൗരവമേറിയതല്ല എന്ന്? ഒരു കോർട്ട് ഫൈൻഡിങ് അല്ലേ ഇന്ന് വിധി വരെ പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെയല്ല, നമ്മളും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ വിധി കണ്ടില്ല. വിധിക്കകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫൈൻഡിങ് ഒരു ജഡ്ജ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെക്കോർഡ്സ് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ ഉള്ള കാര്യം ഇല്ലയെന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഉള്ള കാര്യമല്ലേ അത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസർ ഒരു ഫൈൻഡിങ് നടത്തി കഴിഞ്ഞാൽ ആ ഫൈൻഡിങ്ങിന് വിലയില്ലാന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശ്രീ മൈൻ ഹാജി, അതിന് മറുപടി. കാരണം ഒരു കോടതിയുടെ നിരീക്ഷണങ്ങളെ ഇത്രത്തോളം മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയുന്ന സമീപനം അത് ലീഗിന്റെ ഭാഗത്തു നിന്ന് കൂടിയാകുമ്പോൾ, കാരണം ഇവിടെ മുഖ്യമന്ത്രിയോ UDF നേതാക്കളോ ഒക്കെ പറഞ്ഞതിനും അപ്പുറത്തേക്ക് താങ്കളുടെ മറുപടി കേൾക്കുമ്പോൾ അതൊരു പക്ഷേ ഒരു സുഖകരമല്ലാത്തൊരു മറുപടിയായിട്ട് തോന്നുന്നുണ്ട്. ലീഗിന്റെ പാരമ്പര്യം അനുസരിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല അതിൻ്റെ വിശദാംശങ്ങളോ ഉദാഹരണങ്ങളോ ഒന്നും. നമ്മുടെ മുന്നിലേക്ക് എത്തിയ കോടതി വിധിയെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടിലാക്കി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണോ ശ്രീ മൈൻ ഹാജി ഉള്ളത്? ഇല്ല, ഞാൻ ഈ കോടതി വിധി ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് കണ്ടത്. എറണാകുളത്താണ് കോടതി വിധിച്ചത്. എനിക്കതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല, കിട്ടാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. ഞാൻ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ചാനലുകളും ഇന്ന് ഞാൻ താങ്കൾ ഇപ്പോഴോ അരമണിക്കൂറോ 10 മിനിറ്റോ മുൻപോ നിന്ന സാഹചര്യമല്ല ശ്രീ മൈൻ ഹാജി. തെളിവുകളായി രേഖകളിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. ഞാൻ പറഞ്ഞു തീരട്ടെ. മാണി സാറിനെ എന്തായാലും കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ട് ശിക്ഷ വിധിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. ആ കാര്യം നിങ്ങൾ എന്ത് പറഞ്ഞ് സ്ഥാപിച്ചാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്വേഷിക്കാനല്ലേ പറഞ്ഞത്? അന്വേഷിക്കട്ടെ. അന്വേഷണമാണ് കോടതി പറഞ്ഞത്. അന്വേഷിക്കട്ടെ. ശ്രീ മൈൻ ഹാജി, തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയുടെ വിധിയുടെ പകർപ്പാണ് കൺമുന്നിലേക്ക് വരുന്നത്. ആ പകർപ്പിൽ പറയുന്നു KM മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ ശ്രീ മൈൻ ഹാജി? താങ്കൾ അരമണിക്കൂറോ 10 മിനിറ്റോ മുൻപോ ടെലിവിഷൻ കണ്ട സാഹചര്യമല്ല ഇന്നിപ്പോൾ ദൃശ്യങ്ങളിലൂടെ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. മാണി സാർ ഇങ്ങനെ കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ വിധിക്കലാണല്ലോ, അത് പറഞ്ഞിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിനാണ് കോടതി പറഞ്ഞത്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തട്ടെ. അത് കണ്ടെത്തി ഈ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ കോടതി ഇപ്പോ ഒരു താൽക്കാലികമായിട്ടൊരു ഓർഡർ പറഞ്ഞത്. അപ്പൊ അത് അനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. ശ്രീ മൈൻ ഹാജി, കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ പോലും പറയാത്ത ഒരു പ്രതികരണത്തിലേക്ക് താങ്കൾ പോകുന്നു. കാരണം അതാണ് ഒരുപക്ഷെ വിഷമം ഉണ്ടാക്കുന്നത്. താങ്കളിലേക്ക് ദയവായി കുറച്ചുകൂടി ഒരു വിശദീകരണത്തിലേക്ക് പോയി സജേഷ്, കുറച്ചുകൂടി കാരണം താങ്കൾ ദയവായി ശ്രീ മൈൻ ഹാജി പൂർണ്ണമായി സഹകരിക്കുന്ന, എല്ലാ മാധ്യമങ്ങളോടും സഹകരിക്കുന്ന, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിവക്ഷിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് ദയവായി കണ്ണടച്ചിട്ടാക്കരുത്. ദയവായി താങ്കൾ തുടരുക തന്നെ ചെയ്യണം. താങ്കൾ വിയോജിപ്പ് രേഖപ്പെടുത്തി താങ്കൾ ഖണ്ഡിച്ചതുകൊണ്ട് ഇതിന്റെ മറുപടി ദയവായി താങ്കൾ പറയണം. ശ്രീ സജേഷ് വ്യക്തമായി കൊടുക്കൂ. കോടതിയുടെ വിധിന്യായം 65 പേജിലാണ്. ഈ 65 പേജിലുള്ള വിധിന്യായത്തിലെ നിർണായകമായ അംശങ്ങൾ ഞാൻ ഇപ്പോൾ വായിക്കാം. അത് ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അത് മാണിയെ കുറ്റവിമുക്തനാക്കുന്ന വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുന്നു. തുടരന്വേഷണം വേണം, അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് വിടുന്നു. അതിനുശേഷം വന്നിട്ടുള്ള വിശദാംശങ്ങൾ ഇവയാണ്. ഡയറക്ടറുടെ നിർദ്ദേശങ്ങളാണ് അന്തിമ റിപ്പോർട്ടിൽ പരിഗണിക്കപ്പെട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല. ബിജു രമേശ് ഹാജരാക്കിയ CD കൂടുതൽ
ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുന്നു. ബാർ ഉടമകളുടെ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. മാർച്ച് 31-ന് ബാർ ഉടമകളും KM മാണിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു. അതിനെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KM മാണി പണം വാങ്ങിയെന്ന് കോടതി വളരെ കൃത്യമായി ഈ വിധിന്യായത്തിൽ നിരീക്ഷിക്കുന്നു. മാർച്ച് 22-ാം തീയതി 15 ലക്ഷം രൂപയും വാങ്ങിയതിന് തെളിവുണ്ടെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. മൈൻഹാജി അദ്ദേഹമാണ് ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട്. ജീവൻ കുമാറിലേക്ക് ചേരുന്നു. ജീവൻ പൂർണ്ണ രൂപം എന്തായാലും ജീവന്റെ കൈവശം ഉണ്ട്. വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, കാരണം കോടതി വളപ്പിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻ കുമാർ ചേരുന്നത്. ജീവൻ എന്തായാലും ഇക്കാര്യങ്ങളെ ഹിയർസേ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തള്ളിക്കളയാവുന്ന കാര്യങ്ങളാണോ കോടതിയിൽ നിന്നും ജീവന്റെ കൈവശം ലഭിച്ചിരിക്കുന്ന ആ രേഖകളിൽ വ്യക്തമാക്കുന്നത്? അല്പസമയം മുമ്പ് പ്രതികരിച്ച എല്ലാവരും ലാഘവത്തോടുകൂടിയാണ് കാര്യങ്ങളെ വിവക്ഷിച്ചത്. വ്യക്തമായി എന്താണ് ആ ഒരു പകർപ്പിൽ പറയുന്ന കാര്യങ്ങൾ? മാണിക്കെതിരെ അടിവരയിട്ട് മാണിയുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും പദാവലികൾ ഉണ്ടോ ആ കൂട്ടത്തിൽ? പ്രജീഷ്, ഒരു കാരണവശാലും KM മാണിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ കൃത്യമായ വിധിവാക്യമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു. അവൈലബിൾ ഓൺ ദിസ് റെക്കോർഡ് ഫ്രം ദ ഇവന്റ് വിച്ച് ഫോളോഡ് ഇൻ ദ ക്വിക്ക് സജഷൻ ഇൻ കേസ് അറ്റ് ഹാൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് there are sufficient material making out a prima facie case in respect of the alleged incident 22/3/2014 and 2/4/2014. അതായത് 22/3/2014 2/4/2014 പണം കൈമാറ്റം നടന്നു എന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി വളരെ കൃത്യമായി ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും ഇനി മാണിക്ക് യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ഈ കാര്യത്തിൽ പറയാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാൻ കഴിയുന്നത്. കാരണം 22/3 വളരെ പ്രധാനമാണ് ആ ഡേറ്റ്. അന്ന് അന്ന് ബാർ ഉടമകളായിരുന്ന സാജു ഡൊമിനിക്കും ഒപ്പം അംബാസഡർ തങ്കച്ചനും മാണിയുടെ വീട്ടിലേക്ക് പണവുമായി കയറിപ്പോയത്, ജോൺ കല്ലാട്ട് കയറിപ്പോയത് കണ്ടു എന്ന് പറയുന്നതിന് വളരെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. 15 ലക്ഷം രൂപയാണ് അന്ന് മാണിയുടെ പാലയിലെ വസതിയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടത്. 2/4/2014 ആ ഡേറ്റ് വളരെ പ്രസക്തമാണ്. കാരണം അന്ന് മന്ത്രിസഭാ യോഗം നടക്കുന്ന ദിവസമാണ്. അന്ന് അമ്പിളി അതിന് ദൃക്സാക്ഷിയാണ്. രാവിലെ 6:30-ന് മന്ത്രിമന്ദിരമായ പ്രശാന്തിയിൽ വെച്ച് 35 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിജിലൻസിന്റെ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ രണ്ടും വിജിലൻസ് ജഡ്ജി സാധൂകരിച്ചിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. യാതൊരു കാരണവശാലും ഇനി ന്യായീകരിച്ച് നിൽക്കാൻ കഴിയാത്ത വിധം വളരെ രൂക്ഷമായ തെളിവുകൾ, ജീവൻ ആ പ്രസക്തമായ ഭാഗങ്ങൾ വായിച്ചാൽ, അടിവരയിടുന്ന കാര്യങ്ങൾ വായിക്കുക ദയവായി. തീർച്ചയായും കേൾക്കാം. In the case at the hand, it can be seen that there is a sufficient material എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Sufficient material for making out a prima facie case in respect of this alleged incident on 22/3/2014 and 2/4/2014. 22/3/2014 2/4/2014 പണം കൈമാറ്റം ചെയ്തതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന്. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് ഒരു കോടതിക്ക് പറയാൻ കഴിയുക എന്ന് തീർച്ചയായും ഇത് യാതൊരു കാരണവശാലും മാണിക്ക് ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വളരെ കൃത്യമാണ്, വളരെ സ്പെസിഫിക് ആയി കോടതി പറഞ്ഞിരിക്കുന്നു. സഫിഷ്യന്റ് മെറ്റീരിയലാണ് മുഴുവൻ പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ന്യായീകരണവും ഇതിൽ നിലനിൽക്കുന്നുണ്ടെന്ന് 59-ാമത്തെ പേജിൽ, വിധിവാക്യത്തിന്റെ 59-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നു. പ്രജീഷ്. ജീവൻ ദയവായി തുടരുക. കൂടുതൽ കാര്യങ്ങൾ വിധി പകർപ്പിനെ സംബന്ധിച്ച് തേടുക. ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, കഴിഞ്ഞ മണിക്കൂറുകളിൽ താങ്കൾ ഓരോ നിമിഷങ്ങൾ നമ്മോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു. ഓരോന്നായി ഒഴുകി വന്നത് ചെറിയ വശങ്ങളായിരുന്നു. 11 മണിക്ക് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ നേതാക്കൾ പ്രതികരിച്ചത് ആ സമയം. എന്നിട്ടുകൂടി അതിൻ്റെ ഗ്രാവിറ്റി സംബന്ധിച്ച് ചിലർക്കെങ്കിലും ബോധ്യമുണ്ടായിരുന്നു. പലരും പക്ഷേ ലാഘവത്തോടെ തള്ളിക്കളയുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് വിധിയുടെ പകർപ്പാണ്. ആ പകർപ്പിലെ കാര്യങ്ങൾ, അത് ഈ പറയുന്ന കേട്ടുകേഴ്വി അല്ലെങ്കിൽ വാക്കുകൾ മാത്രം കൊണ്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകി മുന്നോട്ട് തള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണോ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്?
ബ്രിജേഷ്, ഇതിനകത്ത് ഇപ്പം നൗ ദ സിറ്റുവേഷന് ഭയങ്കരമായ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ഇതുവരെ നമ്മൾ ആ വിധി കണ്ടില്ല, വിധി കാണാതെ നമ്മൾ ഇരുട്ടി തപ്പുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം വിധി വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ജഡ്ജി എഴുതിയിരിക്കുന്നത് രണ്ട് ഇൻസ്റ്റൻസസിനകത്ത് there is evidence, there is prima facie proof that money is transferred from the hands of the complainant to the hands of the accused എന്നുള്ളതിന് കൃത്യമായിട്ട് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജഡ്ജ്മെൻറ്റിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സൂപ്രണ്ട് ഓഫ് പോലീസ് അന്വേഷിച്ച ഭാഗമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ അദ്ദേഹം സമാഹരിച്ചു എന്നാണ് അർത്ഥം. ഇടപെട്ടുകൊണ്ട് ചോദിച്ചുകൊള്ളട്ടെ, ഇതുവരെ പറഞ്ഞത് മാണിയുടെ പേരുകൾ എന്നും പറയുന്നില്ല, പക്ഷേ സ്റ്റാൻഡ് മാറിയിരിക്കുന്നു. അവിടെ വിജിലൻസ് ഡയറക്ടറുടെ പേര് പറഞ്ഞ സമയത്താണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം ഇന്ന് രാജിവെച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു, പേര് അദ്ദേഹത്തിന്റെ പരാമർശിച്ചിരിക്കുന്നു. എത്രത്തോളം ഗൗരവമാണ്? വളരെ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രൈമാ ഫസി കേസ് ഉണ്ടെന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് റെക്കമെൻഡ് ചെയ്ത കേസിനകത്ത് പ്രതിക്കെതിരെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കരുതെന്ന് അതായത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന ഒരാൾ റെക്കമെൻഡ് ചെയ്തതായിട്ടാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ ആക്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിഡ്രോ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ആ ജഡ്ജ്മെൻറ്റ് വായിച്ചത് നിങ്ങൾ കേട്ടതല്ലേ? ആ ജഡ്ജ്മെൻറ്റിനകത്ത് എന്താ പറയുന്നത്? പ്രൈമാ ഫസി ദർ ഈസ് എവിഡൻസ് ഓഫ് പേയ്മെൻറ്റ് ഓൺ 2 ഇൻസ്റ്റൻസസ് എന്നല്ലേ വായിച്ച് കേട്ടത്? അപ്പോൾ അതിൻ്റെ അങ്ങനെ വിജിലൻസ് റിപ്പോർട്ട് നിലവിലിരിക്കുമ്പോൾ ഹൗ ക്യാൻ ദ വിജിലൻസ് ഡയറക്ടർ ഗിവ് എ ഡയറക്ഷൻ ദാറ്റ് നോ ഫൈനൽ റിപ്പോർട്ട് ഷാൽ ബി ഗിവൺ? അത് ശരിയല്ലല്ലോ, അത് ന്യായമല്ലല്ലോ, അത് യുക്തിയല്ലല്ലോ. അതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ ഈ പോസ്റ്റിൽ നിന്ന് ഒഴിയാമെന്ന് പറയും. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇനി യാതൊരു രക്ഷയില്ല, കേസ് തോറ്റുപോയി. ഞാൻ താങ്കളിലേക്ക് ശ്രീ പി എം മനോജ്, ഇവിടെ എന്തായാലും ഈ KM മാണിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. കേസിൻ്റെ നാൾവഴികളിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ച വാദഗതികളായിരുന്നു. ഇന്നിപ്പോൾ മെറിറ്റിലേക്ക് വരുമ്പോൾ എന്തായാലും പൂർണ്ണാവസ്ഥയിൽ അല്ലെങ്കിൽ കൂടിയും ഇന്ന് പുതിയൊരു സാഹചര്യമാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അന്വേഷണത്തിൽ എന്തായാലും പല ഘടകങ്ങൾ വ്യാഖ്യാനിച്ച് പല ഘടകങ്ങളിലും എന്തായാലും നെല്ലും പതിരും തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി തന്നെ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അപ്പുറത്തേക്ക് കോടതി തന്നെ കാര്യങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു, എങ്ങനെ കാര്യങ്ങളെ കണ്ണുമടച്ച് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നു? അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം ഇന്ന് അല്പസമയം മുമ്പ് താങ്കൾ പറഞ്ഞത് കേട്ട് കാണുമല്ലോ, ഇത്തരം പ്രസ്താവനകൾ അടക്കം എടുത്തു കഴിഞ്ഞാൽ? അല്ല, ഇത് രണ്ട് തരത്തിൽ വിലയിരുത്താം. ഒന്ന്, ഇപ്പോൾ ശ്രീ ശാസ്ത്രമംഗലം അജിത്ത് പറഞ്ഞ നിയമത്തിൻ്റെ ഗൗരവം, കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ, അതനുസരിച്ച് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാണി രാജിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തത്, ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞൊരു വാദമുണ്ട്. ഞാൻ ഒന്ന് ഇടപെട്ടുകൊണ്ട് ദയവായി. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി, കാരണം നിയമവശം ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരുന്നു. ശ്രീ ജയശങ്കർ, ഇവിടെ മാണിയുടെ പേര് കൂടി വിധിന്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നു, കോഴ വാങ്ങിയതിന് തെളിവെന്ന്. താങ്കളുടെ അഭിപ്രായം, ഞാൻ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്ന താങ്കളുടെ അഭിപ്രായം, ഇക്കാര്യം ഈ ഒരു വിധിന്യായം പരിശോധിക്കുമ്പോൾ അതിൽ നിന്നുള്ള വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മറുപടിയിലേക്ക് പോയാൽ? ഇതിലെ നിയമവശവും സാങ്കേതിക വശവും ഉണ്ട് ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതമുണ്ട് മറുവശത്ത്. ഞാനിപ്പോൾ നിയമവശം ആദ്യം പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടറുടെ കീഴിലുള്ള പോലീസിന്റെ വിജിലൻസ് വിഭാഗം അവർ വളരെ വിശദമായ രീതിയിൽ ഇത് കേസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവരാൽ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമോപദേശം തേടി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഫൈനൽ റിപ്പോർട്ടിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അത് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് രേഖകളും എല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചിട്ടാണ് അന്തിമ വിധി പറയുക. അപ്പൊ അതിന്റെ ആരേക്ക് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറ്റപത്രമല്ല കൊടുത്തിട്ടുള്ളത്, ഫൈനൽ റിപ്പോർട്ടാണ്. ഫൈനൽ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇത് തൃപ്തികരമായി തോന്നിയില്ല. അതിന്റെ അർത്ഥം പോലീസുകാര് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർ ഇത് ശരിയായ രീതിയിലല്ല ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ അന്വേഷിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഗുരുതരമായ തെളിവുകൾ ലഭിക്കുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് കൊടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് കോടതി വിജിലൻസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ തള്ളിക്കളഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഏതേത് കാരണങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്? നേരത്തെ സുകേശൻ നടത്തിയ അന്വേഷണം, അതിൽ ഉള്ള തെളിവുകൾ വേണ്ട രീതിയിൽ പരിശോധിക്കാതെ ഉള്ള നിയമോപദേശം, മാത്രമല്ല സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് പോലും നേടിയ നിയമോപദേശം, അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പദവി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കൊടുത്ത അല്ലെങ്കിൽ കൊടുപ്പിച്ച ഫൈനൽ റിപ്പോർട്ട്. അപ്പോൾ വളരെ പ്രകടമല്ലേ, അധികാര ദുർവിനിയോഗം വളരെ വ്യക്തമായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അധികാര ദുർവിനിയോഗം എന്ന് വെച്ചാൽ മാണി കൈക്കൂലി വാങ്ങിയെന്നുള്ള ദുർവിനിയോഗമല്ല, ആ കൈക്കൂലി വാങ്ങിയ എന്ന കാര്യം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതാണ് ഇനി അന്വേഷിക്കേണ്ടത്. പക്ഷേ കോടതിക്ക് പറയാവുന്ന
പറയാവുന്ന എല്ലാ പരിധിയുടെ അങ്ങേയറ്റം വരെ പോയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ദയവായി 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 അവിടെ കോടതി തന്നെ പറയുന്നു പരിശോധിക്കാൻ കഴിയാവുന്ന തെളിവുകൾ CD അടക്കം ബിജു രമേശിന്റെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ശബ്ദ സാമ്പിളുകൾ, ഇതിലേക്കൊന്നും പോയിട്ടില്ല. പോകാവുന്ന ഘട്ടത്തിലൊക്കെ വിജിലൻസ് ഡയറക്ടർ ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപെടിയിക്കുന്നു. ആ ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി പോകുന്നുണ്ടെങ്കിൽ പറയാവുന്ന ഭാഷയിൽ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് വിജിലൻസ് വിഭാഗവുമാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ മുമ്പിൽ കുറ്റക്കാരായി നിൽക്കുന്നത്. അല്ലാതെ വിജിലൻസ് ഡയറക്ടർക്ക് അതോട് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ KM മാണി കൊടുക്കും എന്ന് വിജിലൻസുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് പോകാതെ അല്ലെങ്കിൽ പോകാൻ അനുവദിക്കാതെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായും ന്യായയുക്തമായും പ്രവർത്തിക്കാനുള്ള അവസരം നൽകാതെ ഇത് ഫയൽ റിപ്പോർട്ട് പകുതി വേണ്ട ഒരു റിപ്പോർട്ട് അവിടെ കൊണ്ട് കൊടുത്തു. അത് ജഡ്ജി അംഗീകരിച്ചില്ല. ഇത് ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞാണല്ലോ, അഭയ കേസിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് ആദ്യം KK ഉത്തരൻ എന്ന് പറഞ്ഞ CJM തള്ളിക്കളഞ്ഞു, രണ്ടാമത് മുറൈ എന്ന് പറഞ്ഞ CJM തള്ളിക്കളഞ്ഞു, മൂന്നാമത് ശാരംഗധരൻ എന്ന് പറഞ്ഞ CJM തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് അഭയ കേസിൽ കോടതിയിലെത്തിയത്. ഓരോ തവണയും ഇതിലേക്കാർ തെറ്റായ റിപ്പോർട്ട് കൊടുക്കും, കോടതി ഓരോ തവണയും തള്ളിക്കളയും. അന്ന് ശ്രീ ആന്റണി രാജു ആയിരുന്നു നമുക്ക് എതിർഭാഗത്ത് തർക്കത്തിനുണ്ടായിരുന്നു. ആന്റണി രാജു തന്നെ പറഞ്ഞു കോടതി പരിശോധിക്കട്ടെ, കോടതിയുടെ പരിശോധനയാണ് വേണ്ടത്, നമ്മളെ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ നിരീക്ഷകരുടെ പരിശോധനയല്ല. ഞാനും ആന്റണി രാജു ഒരേ അഭിപ്രായക്കാരായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കാര്യങ്ങൾ എത്തി. യെസ്, അതെ കോടതി പരിശോധിച്ചിരിക്കുന്നു ശ്രീ ജയശങ്കർ. കാരണം പല ഘടകങ്ങൾ ഇന്ന് ചേർത്ത് വായിക്കണം. കാരണം ഒരു വിജിലൻസ് ഡയറക്ടർ അദ്ദേഹം സ്വന്തം പദവി പോലും ഉപേക്ഷിക്കുന്ന ഒരു ദിനത്തിലേക്കാണെന്ന് ഇന്ന് സാഹചര്യങ്ങൾ പോയിരിക്കുന്നത്. ആ ഒരു ധാർമ്മികത താങ്കൾ കേട്ട് കാണുമല്ലോ KM മാണിയുടെ വാചകങ്ങൾ, KM മാണിയുടെ പാർട്ടിയുടെ വക്താക്കളുടെ ന്യായീകരണങ്ങൾ, ഇതൊക്കെ താങ്കൾ കേട്ട് കാണും. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി അടക്കം പാമോയിൽ കേസിനോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഈ സാഹചര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു മറുപടി ഇങ്ങനെ പറയാൻ കഴിയുക? ഇതിന് ഇന്ന് വിജിലൻസ് ഡയറക്ടർ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഘടകം കൂടി പരിശോധിച്ചാൽ മറുപടി ആരാണ് പറയേണ്ടത്? ശ്രീ ജയശങ്കർ, ഞാൻ ഇതുവരെ പറഞ്ഞത് സാങ്കേതിക വശമാണ്, ഇനി പറയാൻ പോകുന്ന രാഷ്ട്രീയ വശമാണ്. അതെ. അപ്പോൾ രാഷ്ട്രീയ വശം എന്താ വെച്ചാൽ ഇത് KM മാണി കൈക്കൂലി വാങ്ങി എന്നറിയാൻ ഈ രാജ്യത്ത് ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. 3.5 കോടി മലയാളികൾക്കും അറിവുള്ള കാര്യമാണ്. KM മാണി കടലിൽ കിടക്കുന്ന മീൻ വെള്ളം കുടിച്ചു എന്ന് പറയാനായിട്ട് വല്ല അന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ? KM മാണി അറിയാവുന്ന ആർക്കും അറിയാൻ പാടില്ല. 50 കൊല്ലം നിയമസഭാംഗമായിരുന്ന ആൾ, 25 കൊല്ലം മന്ത്രിയായിരുന്ന ആൾ, കേരളത്തിൽ ഏറ്റവും അധികം കൈക്കൂലി വാങ്ങിയിട്ടുള്ള ഒരാളാണ് KM മാണി. അത് ലോകത്തെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നില്ല. മാണി കൈക്കൂലി വാങ്ങിയില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇത് കോടതി അംഗീകരിച്ചെങ്കിൽ കൂട്ടിയപ്പോ പോലും അത് ആ ജഡ്ജിയെ കുറ്റപ്പെടുത്തുമായിരുന്നു. കാരണം എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ. അതെ, ശ്രീ ജയശങ്കർ ദയവായി തുടരുക. ജയശങ്കർ ദയവായി താങ്കൾ പോകരുത്, ദയവായി തുടരുക. വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു. കോടതി വളപ്പിൽ നിന്നും S ജീവൻകുമാർ ചേരുന്നു. ജീവൻ, കൂടുതലായി ആഡ് ചെയ്യാനുള്ളത്? പ്രജീഷ്, വളരെ ഗുരുതരമായൊരു കണ്ടെത്തൽ ഇതിലുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ വിൻസെന്റ് പോളിന്റെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വിൻസെന്റ് പോൾ സുകേശന് പുറത്ത് സമ്മർദ്ദം ചെലുത്തി എന്ന് കോടതി വിധിവാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അത് വളരെ ഗൗരവതരമായ കണ്ടെത്തലാണ്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് വിൻസെന്റ് പോൾ രാജിവെച്ചത് എന്ന് ഈ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മറുപടിയാവും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേരളം ഏറ്റവും അധികം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യാൻ പോകുന്ന വരികൾ കൂടിയായിരിക്കും അത്. ആ വരികൾ ഇങ്ങനെയാണ്: ഫ്രം ദ പെറൂസൽ ഓഫ് ദ scrutiny report prepared by the director VACB and from the covering letter attached to it, it can safely be inferred that the director VACB rather compelled the investigating officer to file a final report before the court in tune with the scrutiny report of the director. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വാദിഭാഗം അടക്കമുള്ളവർ എല്ലാ കാലത്തും ആരോപിച്ചിരുന്നത് സുകേശന്റെ കൈപിടിച്ച് വിൻസെന്റ് പോൾ എഴുതിപ്പിച്ച റിപ്പോർട്ടാണ് എന്ന വളരെ കൃത്യമായി ഈ കോടതിയുടെ ജഡ്ജിമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നു. വിൻസെന്റ് പോൾ സുകേശന് പുറത്ത് സമ്മർദ്ദം ചെലുത്തിയാണ് ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. വളരെ ഗൗരവതരമാണ് ഈ കണ്ടെത്തൽ. വിൻസെന്റ് പോളിന്റെ രാജിയെ പോലും എന്തുകൊണ്ട് രാജിവെച്ചു വിൻസെന്റ് പോൾ എന്ന് രാവിലെ ആശങ്കയുള്ളവർക്ക് തന്നെ വളരെ കൃത്യമായി മറുപടിയുണ്ട്. അതായത് കമ്പല് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊണ്ട് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. പ്രജീഷ് കൈപ്പള്ളി. ജീവൻ വിശദാംശങ്ങൾ കൂടുതലായി നൽകിയത്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? തീർച്ചയായിട്ടും. ജയശങ്കർ, എന്തായാലും എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു അതിൻ്റെ കാരണങ്ങൾ തേടി, അല്ലെങ്കിൽ പലർക്കും സംശയമില്ലായിരുന്നു എങ്കിൽ കൂടിയും ചെറിയ സംശയങ്ങളുണ്ടെങ്കിലും അത് ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റ് ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്താപം കൊണ്ടോ ഉൾക്കൊണ്ടുകൊണ്ടോ രാജിവെച്ചിരിക്കുന്നു.
അല്ലെങ്കിൽ ഒഴിയുന്നു സ്ഥാനം, ആ ഒരു ധാർമ്മികത കാട്ടിയെങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നത്, എന്തായാലും വിൻസെന്റ് പോള് സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ സ്വന്തം മെറിറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തില്ല. അതിലേക്കാണ് സങ്കീർണത പോകുന്നത്. ആ ധാർമ്മികതയിൽ തൊട്ട് താങ്കൾക്ക് മറുപടി പറയാമെങ്കിൽ. അതേ നമ്മുടെ IPS കേരള കേഡറിലുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതേണ്ടി വന്നു എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മേലെ അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നു, സാമുദായികമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചില മതമേലധ്യക്ഷന്മാർ ഇദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇതിലൊരു റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ തന്നെ മനസാക്ഷിക്കെതിരായിട്ട് റിപ്പോർട്ട് എഴുതി. ഇന്നിപ്പോൾ അദ്ദേഹം അതിന്റെ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ സർവീസിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇതുപോലെ ഒരു ദുഷ്പേര് കൽപ്പിച്ച് സർവീസിൽ നിന്ന് വിടവാങ്ങേണ്ടി വരിക എന്നുള്ളത് ഒട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. യെസ്, വളരെ നന്ദി ശ്രീ ജയശങ്കർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇടവേളയിലേക്ക് പോയ ശേഷം കൂടുതൽ വിശദാംശങ്ങൾ, വിധിന്യായത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും അടക്കം പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകരായ PV മുരുകനും ഒപ്പം തന്നെ PM മനോജും ചേരുന്നുണ്ട്.